Hi, welcome to Dinesh classes. ഇന്ന് നമ്മളിവിടെ 3 മാർക്സിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് 2018, 19, 20 അങ്ങനെ 3 ഇയറിലത്തെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഒരു ചെറിയൊരു പോർഷൻ അത്രയേ ഉള്ളൂ ഇതിൽ ഇപ്പോൾ വരുന്നത്. നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ എടുക്കാം. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് 2018 വന്നത് കേട്ടോ. ഡ്യൂറിങ് ദ ഇയർ 2016-17 there was 1800 members. The yearly subscription was fixed at ₹40 per member. ഒരാളുടെ നിന്ന് 40 rupees വെച്ചിട്ട് ഇയർലി സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടും. ഇനി there was unearned subscription. unearned subscription എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇനിയും ഏൺ ചെയ്യാത്തത്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിട്ടാനായിട്ട് ഇരിക്കുന്നത് എത്ര രൂപയുണ്ട്? 2000 അറ്റ് ദ ബിഗിനിങ്ങിൽ അത്ര ഉണ്ടായിരുന്നു. 1200 അൺഎയിൻഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ എക്രൂഡ് എന്ത് വേണമെങ്കിലും പറയാം. അൺഎയിൻഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം എക്രൂഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഔട്ട്സ്റ്റാൻഡിങ് എന്ത് വേണമെങ്കിലും പറയാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ how subscription appears in income and expenditure account and receipt and payment account. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റെസിപ്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആക്ച്വൽ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ എഴുതുക. ആക്ച്വൽ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കറണ്ട് ഇയറിൽ എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടണം അതാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ട് 1800 മെമ്പേഴ്സ് ആണുള്ളത്. എത്രയാണ് ഒരു മെമ്പർ? അറ്റ് ദ റേറ്റ് ഓഫ് ₹40 ആണ് ഒരു മെമ്പർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1800 മൾട്ടിപ്ലൈഡ് ബൈ 40 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 8 4s are 32, ബാലൻസ് 3, 4 + 3. അപ്പോൾ എത്ര? 72,000 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്ന എമൗണ്ട്. അതായത് നമുക്ക് ആ ഇയറിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ 72,000 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സിമിലർ ടു ദാറ്റ് ഓഫ് ക്യാഷ് ബുക്ക്. ആക്ച്വൽ ആയിട്ട് എത്ര രൂപ കിട്ടി, അത് ഇക്കൊല്ലത്തെ കറണ്ട് ഇയറത്തെ ആവാം, പ്രീവിയസ് ഇയറത്തെ ആവാം, കമ്മിങ് ഇയർ നെക്സ്റ്റ് ഇയറത്തെ ആവാം, കുഴപ്പമില്ല. പക്ഷെ ആക്ച്വൽ ആയിട്ട് ക്യാഷ് ആയിട്ട് നമുക്ക് എത്ര കിട്ടി അതാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് എങ്ങനെയാണ് ഈ ആക്ച്വലി നമുക്ക് സബ്സ്ക്രിപ്ഷൻ 72,000 ആണ് കിട്ടേണ്ടത്. ഓക്കെ, ടു ബി റിസീവ്ഡ് നമുക്ക് കിട്ടേണ്ടത് 72,000 ആണ്. പക്ഷേ ഇതിലെ കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്ര വന്നു? 2000 അറ്റ് ദ ബിഗിനിങ്ങിലും 1200 അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ. അപ്പൊ കറണ്ട് ഇയറിലത്തെ ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ഇയറിൽ നോട്ട് റിസീവ്ഡ്. കറണ്ട് ഇയറിൽ കിട്ടാത്തത് എത്ര രൂപയുണ്ട്? 1200 കറണ്ട് ഇയറിൽ കിട്ടിയിട്ടില്ല ഇല്ലല്ലോ. അവിടെ ബാലൻസ് 8. അപ്പൊ കറണ്ട് ഇയറിൽ 1200 നമുക്ക് കിട്ടിയിട്ടില്ല. അത് കാരണം കൊണ്ട് നമ്മൾ മൈനസ് ചെയ്തു. ഇനി കഴിഞ്ഞ കൊല്ലം പ്രീവിയസ് ഇയറിൽ 2000 ബിഗിനിങ്ങിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യാം? കഴിഞ്ഞ കൊല്ലം കിട്ടാനായിട്ട് പെൻഡിങ്ങിലുള്ളത് ഈ കൊല്ലം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ആഡ് പ്രീവിയസ് ഇയറത്തെ റിസീവ്ഡ്. കഴിഞ്ഞ കൊല്ലത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും? 2000 rupees കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ എത്ര രൂപയാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉണ്ടാവുക? 72,800 rupees ആയിരിക്കും നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉണ്ടാവുക. മനസ്സിലായല്ലോ? നമുക്ക് ശരിക്കും സബ്സ്ക്രിപ്ഷൻ ആയിട്ട് 72,000 ആണ് വേണ്ടത്. 72,000 എങ്ങനെ കിട്ടിയെന്നുള്ളത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ, അതായത് 1800 മെമ്പേഴ്സ് 40 വെച്ചിട്ട് നമുക്കുള്ളത് 72,000 rupees കിട്ടണം. പിന്നെ അതാണ് ശരിക്കും കിട്ടേണ്ടത്. പക്ഷേ ഇക്കൊല്ലം അൺഎയിൻഡ് 1200 ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 1200 rupees കിട്ടിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ മൈനസ് ചെയ്തു. ഇനി കഴിഞ്ഞ കൊല്ലം 2000 കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് ഇക്കൊല്ലം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ആഡ് ചെയ്തു 72,800. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് ascertain the amount of
സ്റ്റേഷനറി കൺസ്യൂംഡ്. എത്ര രൂപയാണ് സ്റ്റേഷനറി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? കൺസ്യൂംഡ്. കൺസ്യൂം ചെയ്ത സ്റ്റേഷനറി നമ്മൾ എവിടെയാണ് എഴുതുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് എഴുതുക. അപ്പോൾ എങ്ങനെയാണ് കൺസ്യൂം ചെയ്ത സ്റ്റേഷനറി കണ്ടുപിടിക്കുക? കൺസ്യൂംഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെയാണ് നമ്മൾ കൺസ്യൂം ചെയ്തത് എത്രയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എത്ര രൂപ വരെയാണ് നമ്മൾ പർച്ചേസസ്, ഈ പർച്ചേസ് ചെയ്തത് എത്ര രൂപ വരെയാണ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എത്രയാണ് എമൗണ്ട് പെയ്ഡ്. അപ്പൊ നമ്മൾ പർച്ചേസസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. പർച്ചേസസ് ഈക്വൽ ടു എത്ര രൂപയാണ് എമൗണ്ട് പേ ചെയ്തത്? 1300 rupees നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ആഡ് ഇനി ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇനിയും കൊടുക്കാനുണ്ട്. അതായത് നമ്മൾ ക്രെഡിറ്റിന് സാധനം മേടിച്ചു. ആഡ് എത്ര രൂപയാണ് ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ളത്? 1400. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഇനിയും കൊടുക്കാനായിട്ടുള്ളത്. അപ്പൊ എത്ര രൂപയ്ക്ക് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തു? നമ്മുടെ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു. 2700 rupeesന് സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു. ഇനി കണ്ടുപിടിക്കാലോ എത്രയാണ് കൺസ്യൂം ചെയ്തെന്നുള്ളത്. എമൗണ്ട് സ്റ്റേഷനറി കൺസ്യൂംഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നല്ല പറഞ്ഞത്. ഇവിടുത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത്? 1200 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ആഡ് പർച്ചേസസ് 2700 ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് 1900. അപ്പൊ എത്ര കിട്ടും? 1200 2700 ആകുമ്പോൾ 3900 മൈനസ് 1900. അപ്പൊ ടോട്ടല് 2000 rupees. ഇതാണ് നമ്മുടെ കൺസ്യൂം ചെയ്ത സ്റ്റേഷനറി. ഓക്കെ, ഇതേ സിമിലർ പ്രോബ്ലം തന്നെയാണ് ഇതും, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതും calculate the receipt and payment account shows the find the amount debited to the income and expenditure account. Income and expenditure account debit ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റേഷനറി എത്രയാണോ നമ്മൾ യൂസ് ചെയ്തത് അതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുക. അപ്പൊ എമൗണ്ട് ഡെബിറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? സ്റ്റേഷനറി യൂസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ ഇയറിൽ യൂസ് ചെയ്ത സ്റ്റേഷനറി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ഇതിന്റെ ഫോർമുല. ഇനി എങ്ങനെയാണ് പർച്ചേസസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഇനി ഒന്നും നമുക്ക് പുതിയതായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പർച്ചേസസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എത്ര രൂപയാണ് നമ്മൾ ഈ പേയ്മെന്റ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എത്രയാണ് കൊടുക്കുന്നത്? 36,000 rupees ആണ് നമ്മുടെ. കണ്ടോ, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഷോസ് പേയ്മെന്റ് ഫോർ സ്റ്റേഷനറി 36,000 നമ്മൾ പേ ചെയ്തിട്ടുണ്ട് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ. ഇനി നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്? 2600 ഉണ്ട്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ കൊല്ലത്തതൊക്കെ മൈനസ് ചെയ്യണം, ഇക്കൊല്ലത്തത് മുഴുവൻ ആഡ് ചെയ്യണം. അപ്പൊ ലെസ് 2600 കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ്. ഇനി ഇക്കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? ആഡ് 1800. ഇത് എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് ഇയർത്തെ ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ 36,000 മൈനസ് 2600 വരാം. 36,000 മൈനസ് 2600 പ്ലസ് 1800. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 35,200 ആണ് നമ്മുടെ പർച്ചേസ്. ഇത് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് പ്രീവിയസ് ഇയർത്തും ഇത് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് കറന്റ് ഇയർത്തും. ഓക്കെ, അപ്പൊ 35,200 ആണ് നമ്മൾ ഇക്കൊല്ലം പർച്ചേസ് ചെയ്തത്. ഇനി നമുക്ക് സുഖമായിട്ട് കൺസ്യൂം ചെയ്തത് കണ്ടുപിടിച്ചൂടെ? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് 5,400 ആഡ് 35,200 പർച്ചേസ് ലെസ് closing stock 3,800 equal to 35,200 plus 5,400 minus 3,800. എത്രയാണ് ആൻസർ വരുന്നത്? 36,800. ഇതാണ് എമൗണ്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്.
മനസ്സിലായല്ലോ? ഈ പർച്ചേസസ് കണ്ടുപിടിക്കേണ്ടതാണ് നമുക്ക് അറിയേണ്ടത്. കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്, അതായത് കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റേഷനറി, കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ കാര്യങ്ങളും മൈനസ് ചെയ്യുക, ഈ കൊല്ലത്തെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഇത് വരുന്നത്. എത്രയാണ്? 36,800 ആണ് നമുക്ക് അതിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. പിന്നെ എനിക്ക് ഉള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഉണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഞാൻ എഴുതണില്ല, വെറുതെ ഒന്ന് റീഡ് ചെയ്യാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ 2 ഇയേഴ്സിലും സെയിം പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. ഞാൻ വായിക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്തായിരിക്കും ഷോ ചെയ്യുക എന്നുള്ളതാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ് ഹിൻഡ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡാഷ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് എന്താണ് ഷോ ചെയ്യുക? നമ്മൾ ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഇൻകം എഴുതി എക്സ്പെൻഡിച്ചർ എഴുതി ബാലൻസ് വേണ്ട ഫിഗറിന് നമ്മൾ എന്ത് പറയും? ഒന്നല്ലെങ്കിൽ അത് സർപ്ലസ് ആവും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നാണ് ആൻസർ കേട്ടോ. അത് 2 ഇയേഴ്സിൽ കണ്ടിന്യൂസ് ആയി ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണല്ലോ. ഒരു 1 ഇയറിൽ 2017 അത് 1 മാർക്ക്, അല്ല 2018 അത് 1 മാർക്ക് ക്വസ്റ്റ്യനും 2019 അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Which of the following is not a characteristics of non-profit organization? Non-profit organizationന്റെ characteristics അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ്. ഫണ്ട് റേസ്ഡ് ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. അല്ലാണ്ട് ക്യാപിറ്റൽ എന്നുള്ളൊരു വേർഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഇല്ല. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ഇവിടെ ഇതാണ് ഇവിടുത്തെ ആൻസർ. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? സർപ്ലസ് ഓഫ് ഡെഫിസിറ്റ് ആണല്ലോ. സർപ്ലസ് ആണ് വരിക. പാർട്ട്നേഴ്സിന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് റോങ് ആണ്. കാരണം പാർട്ട്നേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. പിന്നത്തെ ഓപ്ഷൻ കൊടുത്തിരുന്നത് ദി ആക്ടിവിറ്റീസ് ആർ മാനേജ്ഡ് ബൈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അത് കറക്റ്റാണ്. ദേ ആർ ഓർഗനൈസ്ഡ് ആസ് എ ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റി ആയിട്ടാണ്. ഇതൊക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അല്ലാത്തത് ഇതാണ്. എക്സസ് ഓഫ് ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. അതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. മനസ്സിലായില്ലോ? ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇനി എഴുതി അങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, ബൈ.